നമ്മൾ യൂസ് ചെയ്യുന്ന ഡീസൽ വണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വണ്ടികൾക്ക് പുകയൊക്കെ കൂടുതലാണെങ്കിൽ ഏകദേശം 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പുക കൂടുതൽ, അതുപോലെ പിക്കപ്പ് പുള്ളിങ് കുറവുണ്ടെങ്കിൽ, സഡൻ പിക്കപ്പ് പുള്ളിങ് കുറവുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വണ്ടികളുടെ EGR അതുപോലെ മാനിഫോൾഡ്, അതുപോലെ EGR മാനിഫോൾഡൊക്കെ വരുന്ന ഭാഗത്തുള്ള പൈപ്പുകൾ, ഹോസുകൾ, ആ ഭാഗങ്ങളൊക്കെ മെയിനായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ ഇൻ്റർകൂളർ, ഈ ഭാഗങ്ങളൊക്കെ ടർബോൻ്റെ ഭാഗത്തൊക്കെ വരുന്ന പൈപ്പുകൾ, ഹോസുകളൊക്കെ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ക്ലീൻ ചെയ്താൽ എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും. നമ്മൾ വണ്ടികൾ മാരുതി സുസുക്കിയുടെ വണ്ടികളൊക്കെയാണ് സ്വിഫ്റ്റ്, റിറ്റ്സ്, അതുപോലെ എർട്ടിഗ, ബ്രസ, ഈ വണ്ടികൾ, ഈ മോഡൽ വണ്ടികളൊക്കെ ഡീസൽ വണ്ടികൾക്ക് വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് കസ്റ്റമർ ഇതുപോലെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, പുകയും അതുപോലെ വണ്ടി പിക്കപ്പ് പുള്ളിയും കുറവുണ്ടെങ്കിൽ എന്തായാലും ക്ലീൻ ചെയ്യാറുണ്ട്. അതുപോലെ ടർബോൻ്റെ നല്ല ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ, ടർബോ നോർമലി ഒരു ലീക്ക് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, നന്നായിട്ട് ഓയിൽ കുറയുന്ന കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ, ഓയിൽ ലീക്കായി ടർബോൻ്റെ ഹോസിൻ്റെ ഭാഗത്തൊക്കെ ഓയിൽ ലീക്കിൻ്റെ അംശം കാണുകയാണെങ്കിൽ, അതുപോലെ എഞ്ചിൻ ഓയിൽ സർവീസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓയിലിൻ്റെ ലെവൽ കുറയുണ്ടെങ്കിൽ ടർബോ കൂടി റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ടർബോ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റും. അതിന് ടർബോൻ്റെ സെൻട്രൽ കോർ, അതുപോലെ ആ ഇമ്പില്ലർ ഫാൻ വരുന്ന ഭാഗത്ത് ആ സെൻട്രൽ കോർ മാറ്റിയാലും കുഴപ്പമില്ല, അത് മാറ്റിയാലും മതി. അതാകുമ്പോൾ പകുതി പൈസയൊക്കെ ആകും. അല്ലെങ്കിൽ ടർബോ ഫുൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് വരും, 10-15 രൂപയൊക്കെ വരും. മറ്റേതാകുമ്പോൾ അതിൻ്റെ പകുതി പൈസ കൊണ്ട് ഏകദേശമൊക്കെ റെഡി ആവുന്നതാണ്.